ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു പായസമാണ്. ഇത് ആകെയുള്ള ഒരു പണി തേങ്ങാപ്പാൽ എടുക്കലാണ്. പക്ഷേ ഇപ്പോൾ കടയിൽ നിന്ന് നമുക്ക് റെഡിമെയ്ഡ് പാലൊക്കെ തേങ്ങാപ്പാലൊക്കെ വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് അതും എളുപ്പമാണ്. അപ്പോൾ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഈ പായസം എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അത് കുക്കറിൽ ആദ്യമേ തന്നെ വേവിച്ച് വെച്ചതാണ്. 3 വിസിൽ വരെ വന്നതിന് ശേഷം വേവിച്ച് വെച്ച നുറുക്ക് ഗോതമ്പാണിത്. ഇത് നമുക്ക് പായസം വെക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 250 ഗ്രാം ശർക്കരയാണ് ചേർക്കുന്നത്. അത് ഞാൻ ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടന്ന് തിളക്കട്ടെ. നുറുക്ക് ഗോതമ്പ് ഇപ്പോൾ ശർക്കരപ്പാനിയിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പാൽ ഒഴിക്കാം. 2 കപ്പ് പാലാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ കിടന്ന് തിളക്കട്ടെ. ഇനി മധുരം ഇതിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർക്കാം കേട്ടോ. എൻ്റെ മധുരം കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ വേറെ ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് കുറുകി വന്നാൽ നമുക്കിതിലേക്ക് 1 പാൽ ഒഴിക്കാം. ഞാനിവിടെ 2 കപ്പ് 1 പാലാണ് ഇനി ഇതിൽ ചേർത്തത്. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഏലക്കായും ജീരകവും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചിട്ട് ഒരു 2 ടീസ്പൂൺ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി. തിള വരാറാകുമ്പോൾ തന്നെ നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. നെയ്യിൻ്റെ അളവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് കൂടുതൽ ഒഴിക്കാം. എന്നാൽ നെയ്യ് ഒഴിച്ചാലാണ് നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് മുന്തിരിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് പായസത്തിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ ഒരു പണിയില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.